ഹായ് സ്റ്റുഡൻസ്, ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. കോർപ്പറേറ്റ് റെഗുലേഷനിലെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, 4ാം സെമസ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ഇത് കോർപ്പറേറ്റ് റെഗുലേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന പേപ്പർ പ്രധാനമായിട്ടും കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കമ്പനീസ് ആക്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന, ബിസിനസ്സിനെ നിയന്ത്രിക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു കമ്പനി അല്ലേ, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കാം. നമുക്ക് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013. ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013. 2013 നിലവിൽ വന്ന കമ്പനീസ് ആക്ട്, കമ്പനി നിയമത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു തുടക്കം. ഓക്കെ, 2013 നിലവിൽ വന്നിട്ടുള്ള 2013 കമ്പനി നിയമം അഥവാ കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ടിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖമാണ് എന്ത് ചെയ്യുന്നത്? ഈ അധ്യായത്തിലൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കമ്പനീസ് ആക്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാം. കമ്പനീസ് ആക്ട് 2013, കമ്പനി നിയമം 2013, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. കമ്പനീസ് ആക്ട് ഇന്ത്യ എന്ന രാജ്യത്ത്, ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് ആദ്യമായി നിലവിൽ വന്ന ഏത് വർഷമാണ്? 1850-ലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പനീസ് ആക്ട് നിലവിൽ വന്ന ഏത് വർഷമാണ്? 1850-ലാണ്. ഓക്കെ, കമ്പനീസ് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1850, അല്ലേ? 1850-ലാണ്. ഓക്കെ, 1850. ഏത് രാജ്യത്തെ കമ്പനി നിയമത്തിന്റെ മോഡലായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? മോഡൽഡ് ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട് 1844. 1844 നിലവിൽ വന്ന ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട്. എവിടുത്തേതാണ്? ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട്. 1844 നിലവിൽ വന്ന ബ്രിട്ടീഷ് കമ്പനീസ് ആക്ടിനെ കടമെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനീസ് ആക്ടിന്റെ മോഡൽ സ്വീകരിച്ചുകൊണ്ടാണ് 1850 ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനീസ് ആക്ട് അപ്പൊ ഏതാണ്? കമ്പനീസ് ആക്ട് 1850. അത് എവിടെ നിന്നാണ് മോഡൽ? അതിന്റെ മോഡൽ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട് 1844. 1844 ബ്രിട്ടീഷ് കമ്പനി നിയമം, ബ്രിട്ടീഷ് കമ്പനീസ് ആക്ടിൽ നിന്നുമാണ് ഇന്ത്യയിലെ 1850 കമ്പനീസ് ആക്ട് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. അപ്പൊ ഇത് ഏത് വർഷമാണ്? 1850-ലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്, അല്ലേ? 1850 എന്ന് പറയുമ്പോ, അല്ലേ, 1850 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എന്താണ്? ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ഒരു കമ്പനി നിയമം ഉണ്ടായിരുന്നു. അതാണെന്ത്? കമ്പനീസ് ആക്ട് 1850. പിന്നീട് എന്ത് ചെയ്തു? 1947 ആയപ്പോൾ എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്, അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കമ്പനീസ് ആക്ടിൽ പുതിയ മാറ്റങ്ങൾ അനിവാര്യമായിട്ട് വന്നു. കമ്പനീസ് ആക്ടിൽ പുതിയതായ മാറ്റങ്ങൾ അനിവാര്യമായിട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനീസ് ആക്ടിൽ എന്തെല്ലാം അമെൻമെന്റ്സ് ആണ്, ഭേദഗതികളാണ് വരുത്തേണ്ടത്, കമ്പനീസ് ആക്ടിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റഡ് 12 members കമ്മിറ്റി. സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? 12 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. കമ്പനീസ് ആക്ട് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അമെൻമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 12 members കമ്മിറ്റി
സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? 12 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. CH ബാബയായിരുന്നു അതിന്റെ ചെയർമാൻ. CH ബാബയായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ. സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത 12 മെമ്പേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? CH ബാബയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി കൊണ്ടുവന്നത്? കമ്പനീസ് ആക്ടിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ട ശുപാർശകൾ, പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, കമ്പനീസ് ആക്ടിൽ അമെൻമെന്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ 12 മെമ്പേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു CH ബാബ. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണെന്ത്? ഭാബ കമ്മിറ്റി എന്നുള്ളത്. ഓക്കെ, ഭാബ കമ്മിറ്റി എന്നറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, കമ്പനീസ് ആക്ടിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, കമ്പനീസ് ആക്ടിലെ അമെൻമെന്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് പഠനം നടത്തിയിട്ടുള്ള കമ്മിറ്റിയുടെ പേരാണ് CH ബാബ കമ്മിറ്റി. CH ബാബയായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ. എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 12 അംഗങ്ങൾ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ഏത് വർഷമാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? 1950 ഒക്ടോബർ മാസത്തിലാണ്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? ഈ CH ബാബ കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠനം നടത്തി. studied about the modification or alteration or amendments in the Companies Act. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് 1850 കമ്പനീസ് ആക്ടിൽ കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠനം നടത്തി. അതിനുശേഷം കമ്മിറ്റി സബ്മിറ്റഡ് റിപ്പോർട്ട്. CH ബാബ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അവരെ പഠനത്തിന്റെ അത്രയും കാലത്തെ സ്റ്റഡിയുടെ റിപ്പോർട്ട്, റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഏത് വർഷം സബ്മിറ്റ് ചെയ്തത്? 1952 ഏപ്രിൽ മാസത്തിലാണ്. 1950 CH ബാബ കമ്മിറ്റി എന്ന കമ്മിറ്റിയെ സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കുന്നത്. പിന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏപ്രിൽ മാസം 1952. ആസ് പെർ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി CH ബാബ കമ്മിറ്റി, ആസ് പെർ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി CH ബാബ കമ്മിറ്റി, CH ബാബ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം, നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ബോട്ട് എ ബിൽ ഇൻ ദി പാർലമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു പുതിയ കമ്പനി ബില്ല് അവതരിപ്പിച്ചു പാർലമെന്റിൽ. മാത്രമല്ല, എന്നിട്ട് അത് ആർക്ക് കൈമാറി? ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറി. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, ലോക്സഭ രാജ്യസഭയിലുള്ള അംഗങ്ങളെല്ലാം ചേർന്നിട്ടുള്ള പാർലമെന്റിന്റെ ഇരുസഭകൾ അറിയാലോ, ലോക്സഭയും രാജ്യസഭയും, ഈ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി മുമ്പാകെ എന്ത് ചെയ്തു? സമർപ്പിച്ചു. മെയ് മാസം 1954 അങ്ങനെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസ്ഡ് ന്യൂ ആക്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കമ്പനി നിയമം പാർലമെന്റ് പാസാക്കി. നവംബർ മാസം 1955 നവംബർ മാസം ഒരു പുതിയ കമ്പനീസ് ആക്ട് പാസാക്കി. ആദ്യം ഏതായിരുന്നു? 1850 ആയിരുന്നു. പിന്നീടുള്ള പുതിയ ആക്ട് പാസാക്കി എന്നാണ് നവംബർ മാസം 1955. റിസീവ്ഡ് പ്രസിഡന്റ് അസെന്റ്. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചു. ഏത് വർഷം? 1956 ജനുവരി 18 എന്ത് ചെയ്തു? പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചു, പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചു. came to enforce. എന്നിട്ട് ഈ നിയമം, ഭേദഗതി വരുത്തിയ ഈ നിയമം ഏത് വർഷമാണ് വന്നത്? ഏത് വർഷമാണ് വന്നത്? പിന്നെ അത് നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഏപ്രിൽ മാസത്തിൽ 1956 ഏപ്രിൽ മാസത്തിലാണ് പുതിയ കമ്പനീസ് ആക്ട് നിലവിൽ വന്നത്. ആദ്യം ഉണ്ടായിരുന്നത് കമ്പനീസ് ആക്ട് 1850 അല്ലേ? അതുപോലെ കമ്പനീസ് ആക്ട് 1956 രണ്ടാമത്തേത്. നിലവിൽ വന്നത് ഏപ്രിൽ മാസം 1956. ഈ കമ്പനീസ് ആക്ടിൽ 658 സെക്ഷനുകളും 14 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. 14 ഷെഡ്യൂളുകളിലായിട്ട് 658 സെക്ഷനുകൾ അടങ്ങുന്ന ഒരു ആക്ട് ആയിരുന്നു കമ്പനീസ് ആക്ട് 1950. കമ്പനീസ് ആക്ട് പിന്നീടും ഭേദഗതി ചെയ്തു. അതിനുശേഷം ഭേദഗതി ചെയ്തത് 1956 കമ്പനീസ് ആക്ട് ഭേദഗതി ചെയ്തു. പിന്നീട് ഒരുപാട് കാലം ആ ആക്ട് തന്നെയായിരുന്നു. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? ഈ നിലവിലുള്ള 1956
ആക്ടിന് മോഡിഫിക്കേഷൻ വേണമെന്ന് തോന്നി, പുതിയ പുതിയ മാറ്റങ്ങൾ വേണമെന്ന് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കമ്പനി ബില്ല് 2009 അവതരിപ്പിച്ചു. ഇൻ 2009 കമ്പനി ബിൽ ഇൻട്രൊഡ്യൂസ്ഡ്, 2009 ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു, അതിൽ ചില ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ ഭേദഗതി ആവശ്യമായി വന്നതുകൊണ്ട് ഈ ബില്ല് പിൻവലിച്ചു. പിന്നീട് കമ്പനി ബില്ല് 2011 അവതരിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നിയമം ഉണ്ടാകുന്നത്, നിയമത്തിന്റെ ആദ്യ രൂപമാണ് ബില്ല് എന്നറിയപ്പെടുന്നത്. അത് പാർലമെന്റിൽ അവതരിപ്പിക്കും. അത് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടുന്നതോടുകൂടിയാണ് നിയമമായി മാറുന്നത്. അപ്പൊ കമ്പനി ബില്ല് 2011 അവതരിപ്പിച്ചു. ലോക്സഭയിലേക്ക് 2011 14 ഡിസംബറിലാണ് അത് വരുന്നത്. അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് എന്ത് ചെയ്തു, കൈമാറി. ജനുവരി മാസം 2012 5 പിന്നീട് എന്ത് ചെയ്തു, അത് ലോക്സഭയിൽ പാസ്സായി. 2012 ഡിസംബർ 18 ഈ കമ്പനി ബില്ല് 2011 പാസ്സായി. രാജ്യസഭയിൽ പാസ്സായത് 2013 ഓഗസ്റ്റ് 8 പിന്നീട് ഈ ബില്ലിന്, പുതിയ കമ്പനി ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് ഓഗസ്റ്റ് 29 2013 ഓഗസ്റ്റ് 29 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്. ഈ ആക്ട് നടപ്പിൽ വരുത്തിയത് 1 ഏപ്രിൽ 2014 മുതലാണ്. 2014 ഏപ്രിൽ 1 മുതലാണ് ഈ നിയമം നടപ്പിലാക്കിയത്. ഈ നിയമത്തിൽ 470 സെക്ഷനും 7 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. 1956 കമ്പനി നിയമത്തിൽ 658 സെക്ഷനുകളും 14 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കമ്പനീസ് ആക്ട് 2013 470 സെക്ഷനുകളും 7 ഷെഡ്യൂളുകളും. സെക്ഷനും കുറഞ്ഞു, ഷെഡ്യൂളുകളും കുറഞ്ഞു. മാത്രമല്ല കമ്പനീസ് ആക്ട് 2013 എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ നിലവിൽ വന്ന എന്താണ്, 1 ഏപ്രിൽ 2014 ആണ്. അവ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ടിൽ ആദ്യമായിട്ട് ബേസിക് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യം